1990കളിൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു സാധാരണ രീതിയുണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്ന് പുറത്തു പോകും, ഒരു വലിയ കടയിൽ കയറും, അവിടെ ആയിരക്കണക്കിന് കാസറ്റുകൾ നിരത്തിയിരിക്കും. ആ കടയുടെ പേരാണ് ബ്ലോക്ക് ബസ്റ്റർ. ഒരു കാലത്ത് ലോകമെമ്പാടും 900-ലധികം സ്റ്റോറുകൾ ഉണ്ടായിരുന്ന കമ്പനി ഇന്നെവിടെ? ബ്ലോക്ക് ബസ്റ്റർ ഒരിക്കലെടുത്ത തീരുമാനം അവരുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചു. അവർ ഒരു ചെറിയ സ്റ്റാർട്ടപ്പിനെ നിസ്സാരമായി കണ്ടു. ആ സ്റ്റാർട്ടപ്പിന്റെ പേര് നെറ്റ്ഫ്ലിക്സ് എന്നായിരുന്നു. ഒരു വലിയ കമ്പനി എങ്ങനെയാണ് തന്റെ ഏറ്റവും വലിയ അവസരം നഷ്ടമാക്കിയത് എന്ന കഥ ഇവിടെ തുടങ്ങുകയാണ്. 1985-ൽ അമേരിക്കയിൽ ഒരു വലിയ ബിസിനസ് ആരംഭിച്ചു. അതായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ വീഡിയോ. അവരുടെ ബിസിനസ്സുകൾ വളരെ ലളിതമായിരുന്നു. ആളുകൾക്ക് സിനിമകൾ VHS കാസറ്റുകളിൽ വാടകയ്ക്കെടുത്ത് കാണുവാൻ കഴിയും. അവർ കാസറ്റുകൾ എടുത്ത് 2 ദിവസത്തിനകം തിരികെ കൊടുക്കണം. പക്ഷേ സമയം കഴിഞ്ഞാൽ ലൈറ്റ് ഫീ അടക്കണം. ഈ ലൈറ്റ് ഫീ ബ്ലോക്ക് ബസ്റ്ററിന് വലിയ വരുമാനം നൽകി. 1990കളിൽ ബ്ലോക്ക് ബസ്റ്റർ ലോകത്തിലെ ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് കമ്പനികളിൽ ഒന്നായിരുന്നു. 1997-ൽ അമേരിക്കയിൽ 2 സംരംഭകർ ഒരു പുതിയ കമ്പനി ആരംഭിച്ചു. അവരായിരുന്നു റീഡ് ഹാസ്റ്റിങ്സ്, മാർക്ക് റോഡ് റിലീഫ്. അവരാരംഭിച്ച കമ്പനിയായിരുന്നു നെറ്റ്ഫ്ലിക്സ്. ആ സമയത്ത് നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് സർവീസ് ആയിരുന്നില്ല. അവർ DVD മെയിൽ സർവീസ് ആയിരുന്നു. ആളുകൾക്ക് ഓൺലൈനായി സിനിമ ഓർഡർ ചെയ്യാം. നെറ്റ്ഫ്ലിക്സ് അത് DVD ആയി പോസ്റ്റ് വഴി അയക്കും. നെറ്റ്ഫ്ലിക്സ് വലിയ പ്രശ്നത്തിലായിരുന്നു. കമ്പനി നഷ്ടത്തിലായിരുന്നു. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഫൗണ്ടേഷൻ ഒരു തീരുമാനമെടുത്തു. അവർ ബ്ലോക്ക് ബസ്റ്ററിനെ സമീപിച്ചു. $50 മില്യൺ വാങ്ങാമോ എന്ന് ചോദിച്ചു. ബ്ലോക്ക് ബസ്റ്റർ എക്സിക്യൂട്ടീവ് ഇത് കേട്ടപ്പോൾ ചിരിച്ചു. ഇന്റർനെറ്റ് വഴി സിനിമ കാണുക, അതൊരിക്കലും പോപ്പുലർ ആവുകയില്ല. ബസ്റ്റർ ഈ ഓഫർ നിരസിച്ചു. പിന്നീട് 2000-ൽ ഇന്റർനെറ്റുകൾ വേഗത്തിൽ വളരുവാൻ തുടങ്ങി. DVD അപ്രത്യക്ഷമായി. സ്ട്രീമിംഗ് ടെക്നോളജികൾ വികസിച്ചു. നെറ്റ്ഫ്ലിക്സ് ഈ മാറ്റം മനസ്സിലാക്കി. അവർ അവരുടെ ബിസിനസ് മോഡൽ മാറ്റി. DVD സർവീസിൽ നിന്ന് ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള മാറ്റം. ബ്ലോക്ക് ബസ്റ്റർ ഈ മാറ്റം വളരെ വൈകിയാണ് മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ബിസിനസിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആളുകൾ വീട്ടിലിരുന്ന് സിനിമ കാണുവാൻ തുടങ്ങി. നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബേഴ്സ് വേഗത്തിൽ വർദ്ധിച്ചു. 2010-ൽ ബ്ലോക്ക് ബസ്റ്റർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണു. അവസാനം കമ്പനി പാപ്പരായി. ഒരു കാലത്ത് ലോകത്തെ ഭരിച്ചിരുന്ന കമ്പനി വർഷങ്ങൾക്ക് ശേഷം ഇല്ലാതായി. ഇന്ന് ബ്ലോക്ക് ബസ്റ്റർ കടകൾ മാത്രമാണ് ബാക്കി. ഒരു ചെറിയ സ്റ്റാർട്ടപ്പ്, ഒരു വലിയ അവസരം, ഒരു തെറ്റായ തീരുമാനം. ഈ 3 കാര്യങ്ങൾ ചേർന്നപ്പോൾ തന്നെ ഒരു വലിയ കമ്പനി ഇല്ലാതായി. ബ്ലോക്ക് ബസ്റ്ററിന്റെ കഥ ബിസിനസ് ലോകത്തെ ഒരു വലിയ പാഠമാണ്. ചിലപ്പോൾ ഒരു ചെറിയ അവസരം പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാം.